അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് പഠനം. ജീവിതമെന്നാൽ ആഖിറത്തിലേത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷൽ ആഖിറ. ഇമാം ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിശ്ചയമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, അല്ലാഹുവേ, ആഖിറത്തിലെ പരലോകത്തെ ജീവിതമല്ലാതെ ജീവിതമില്ല തന്നെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകത്തെയും പരലോകത്തെയും സംബന്ധിച്ച് ധാരാളമായി പറയുകയും ഇഹലോകത്തേക്കാൾ പരലോകത്തിന് മുൻഗണന കൊടുക്കാൻ വളരെ ശക്തമായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജീവിതം ഭൂമിയിൽ ഗ്യാരണ്ടിയുള്ളതല്ല. എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ, ഏതവസ്ഥയിൽ, ഏത് പ്രായത്തിൽ, ആരുടെയെല്ലാം സാന്നിധ്യത്തിൽ, ആരുടെയെല്ലാം അസാന്നിധ്യത്തിൽ നാം മരണപ്പെടും എന്നത് നമുക്കാർക്കും അറിയുകയില്ല. എപ്പോഴും തീർന്നു പോകാവുന്ന, നിലച്ചു പോകാവുന്ന ഒന്നാണ് ഭൂമിയിലെ ജീവിതം. അത് എപ്പോൾ നിലച്ചാലും മരണമെന്ന വാതിലിലൂടെ പ്രവേശിക്കുന്നത് ആഖിറത്തിലെ ജീവിതത്തിലേക്കാണ്. അതിൻ്റെ ആദ്യ പടിയായ ബർസഖി ജീവിതത്തിലേക്കാണ്. ആഖിറത്തിലെ ജീവിതമാകട്ടെ, അത് അന്ത്യനാളിലെ വിചാരണകൾക്ക് ശേഷം, രക്ഷാശിക്ഷകൾക്ക് ശേഷം എവിടെയാണോ ഒരു അടിമ എത്തിച്ചേരുന്നത് അവിടെ സ്ഥിരമായിരിക്കും. അത് നന്മയുടെ പറുദീസ കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെ, നരകത്തിന്റെ മാരകമായ ശിക്ഷ കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെ. ഉറപ്പായും മരിക്കില്ല എന്ന് പറയാൻ പറ്റിയ ഒരേ ഒരു ലോകം ആഖിറമാണ്, പരലോകമാണ്. പരലോകത്ത് മരണമില്ല. മരണത്തെ ആദ്യം തന്നെ കൊന്നുകളയും. മരണമില്ലാത്ത ഒരു ലോകത്ത് വിജയിക്കുക എന്നതാവണം ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. മരണമുള്ള ലോകത്ത്, എപ്പോഴും തീർന്നു പോകാവുന്ന ജീവിതം മാത്രമുള്ള ഇഹലോകത്ത് ഒരു കാരണവശാലും ഒരിക്കലും തീർന്നു പോകാത്ത പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ജീവിക്കരുത്. യഥാർത്ഥ ജീവിതമെന്നത് ഭൂമിയിലെ ജീവിതമല്ല. ഇത് താൽക്കാലിക വാസമാണ്. എപ്പോൾ അള്ളാഹു മടക്കി വിളിച്ചോ അപ്പോൾ തിരികെ പോകേണ്ട താൽക്കാലികമായ താമസ സ്ഥലം മാത്രമാണ് ഭൂമി. യഥാർത്ഥ ജീവിതമെന്നത് പരലോകത്തെ ജീവിതമാണ്. അവിടുത്തെ വിജയമാണ് യഥാർത്ഥ വിജയം. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതിനാൽ ഏതാണോ നിലനിൽക്കുന്ന യഥാർത്ഥ ജീവിതം, അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി അതിലേക്കുള്ള കവാടമായി നമ്മൾ ഭൂമിയിലെ ജീവിതത്തെ ഉപയോഗിക്കണം. ഭൂമിയിൽ കിട്ടിയ ജീവിതം കുറച്ചാവട്ടെ നിറച്ചാവട്ടെ, അത് കൃത്യമായും പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ പഠിപ്പിച്ച ആഖിറത്തിലെ യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള വിജയ വഴിയാക്കണം, വിജയ കാരണമാക്കണം. അതനുസരിച്ചുള്ള വിശ്വാസങ്ങൾ, സ്വഭാവങ്ങൾ, ആരാധനാ കാര്യങ്ങൾ, ജീവിത രീതികൾ എല്ലാം നമ്മിലുണ്ടാവണം. അങ്ങനെ എന്താണോ ഐശുൽ ആഖിറയുടെ പരലോക ജീവിതത്തിലെ വിജയത്തിന് വേണ്ടത്, അതെല്ലാം ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ കഴിയണം. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവെന്നത് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ഇവിടെ നല്ലത് കൃഷി ചെയ്ത് നല്ലത് കൊയ്തെടുത്ത് പരലോകത്ത് വിജയിച്ച് സ്വർഗം ഉറപ്പാക്കണം. മറിച്ചായാൽ അവിടെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നാൽ ആ ശിക്ഷയിൽ നിന്നും
രക്ഷിക്കാൻ മരണം പോലും എത്തില്ല. ഭൂമിയിൽ എത്ര വലിയ ദുരിതങ്ങളും പ്രയാസങ്ങളും നേരിട്ട വ്യക്തിയാണെങ്കിലും മരണം അതെല്ലാം തീർത്തു കളയും. ആ ആനുകൂല്യം പോലും പരലോകത്ത് ലഭിക്കില്ല എന്നതിനാൽ ആഖിറത്തിലെ ഐശ്, പരലോകത്തെ ജീവിതം വിജയിപ്പിക്കാൻ വേണ്ടിയാകണം ഭൂമിയിൽ ജീവിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും പടച്ചവനിലേക്ക് അടുത്ത് അവന്റെ പൊരുത്തത്തിനും പ്രീതിക്കും വേണ്ടി ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.